Thank you, Pastor. Thank you, sir. It's a privilege to be here again. വീണ്ടും നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗ്യമാണ്. And it's good to see the tremendous church growth that you've had over the last year. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നതിന് ശേഷം ഇവിടെ ഉണ്ടായിരിക്കുന്ന വളർച്ചയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. And that lets you know that the Lord is blessing this place. ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം ഈ സ്ഥലത്ത് വാസ്തവമായിട്ടുണ്ട്. Last night I was telling you a story about how God spared the life of my wife. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഭവനത്തിൽ എൻ്റെ ഭാര്യയുടെ ജീവനെ ദൈവം രക്ഷിച്ചതിനെക്കുറിച്ച് ഞാൻ പറയുവാനിടയായി. For those of you who are here, I didn't tell you the rest of the story. കഴിഞ്ഞ രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നവർ അതിന്റെ ആ കഥ ആ സംഭവത്തിന്റെ അവസാനം കേൾക്കുവാൻ സാധിച്ചില്ല. I left you when she was still in the hospital in Frankfurt, Germany, not expected to live. ജീവിക്കുവാൻ യാതൊരു സാധ്യതയുമില്ല എന്നുള്ള ഡോക്ടർമാരുടെ വിധിയും കേട്ട് ഫ്രാങ്ക്ഫർട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ആ ഒരു അവസ്ഥ പറഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കി. Well, the doctors told her that if she did survive, that she would not be able to function well for the rest of her life. ഡോക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു, അഥവാ ഈ വ്യക്തി ജീവിച്ചെങ്കിലും ഇനിയും തുടർന്ന് ഒരിക്കലും അവൾക്ക് നോർമലായി ജീവിക്കുവാൻ സാധിക്കുകയില്ല. She would never be healed completely. ഒരിക്കലും സൗഖ്യമാകുകയില്ല. And she would never be able to walk, but only just a few paces at a time. അധികം നടക്കുവാൻ സാധിക്കുകയില്ല, കൂടിപ്പോയാൽ 4-5 ചുവട്ടടികൾ മാത്രമേ നടക്കുകയുള്ളൂ. And even that would have to be with oxygen 24 hours. 24 മണിക്കൂറും ഓക്സിജൻ ഫിറ്റ് ചെയ്ത് അങ്ങനെ മാത്രമേ ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. They prepared us to stay in the hospital there in Germany for about a year. അടുത്തൊരു വർഷം ഈ ഹോസ്പിറ്റൽ വിട്ടുപോകുകയില്ല എന്ന് ഉറപ്പുള്ളതിനാൽ ഒരു വർഷത്തേക്ക് അവിടെ താമസിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. But people began to pray. പക്ഷേ ലോകമൊക്കെയും വിശുദ്ധന്മാർ പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. And in less than 1 month, my wife walked out of the hospital completely healed. ഒരു മാസത്തിന്റെ ഉള്ളിൽ എൻ്റെ ഭാര്യ പൂർണ്ണ സൗഖ്യത്തോടെ ഹോസ്പിറ്റൽ വിട്ട് വെളിയിൽ വരുവാനിടയായി. And she still travels with me today all over the world. ഇന്നും എന്നോടൊപ്പം ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും സഞ്ചരിച്ച് കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ദൈവം അവസരം തന്നു. Turn with me, if you will, to the book of Matthew. മത്തായി സുവിശേഷം Matthew number 24. 24-ാം അധ്യായം. And we will read verses number 36 and 37. 36 37 വാക്യങ്ങൾ വായിച്ച് സഹായിക്കണം. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. The coming of the Lord is an event that we have been anticipating for generations. തലമുറകളായി കർത്താവിന്റെ മടങ്ങിവരവിന് വേണ്ടി ദൈവസഭ കാത്തിരിക്കുകയാണ്. And one of those signs that we are told is, as it was in the days of Noah, so shall it be in the days of the coming of the Lord. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അടയാളത്തെക്കുറിച്ച് കർത്താവിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ പറയുന്നു, നോഹയുടെ കാലം പോലെ ആ കാലത്തായിരിക്കും. And I have a very unique connection to this particular verse. ഈ വാക്യവുമായി എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ഒരു പ്രത്യേക ഒരു ബന്ധം എനിക്കുണ്ട്. And I've been asked to briefly give a review to all of you who may not know the circumstances concerning this. ഇവിടെ ആയിരിക്കുന്നതിൽ ചിലരെങ്കിലും ഈ അനുഭവം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹത്തിനായി ഈ അനുഭവം പറയണം എന്ന് ആവശ്യപ്പെട്ടതും കൊണ്ട് ഞാനിത് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Can I find out how many of them have not heard? Yes. കർത്താവിന്റെ ദാസൻ ഡോക്ടർ.RON ചാൾസ് യുണൈറ്റഡ് നേഷൻസ് അക്രഡിറ്റഡ് ആയിട്ടുള്ള ഒരു ആർക്കിയോളജിസ്റ്റ് ആണെന്നും അദ്ദേഹത്തിന്റെ നോഹയുടെ പെട്ടകം കണ്ടുപിടിക്കുവാൻ പോയ എക്സ്പിഡീഷനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരുടെ കരമൊന്ന് കാണുവാൻ ആഗ്രഹിക്കുകയും. Okay, so those many of us have not heard about what has happened. More than half, I guess. I was invited to be a part of a search for Noah's Ark expedition. നോഹയുടെ പെട്ടകം കണ്ടുപിടിക്കുവാനുള്ള ഒരു എക്സ്പിഡീഷൻ അതിന്റെ ഭാഗമായി എനിക്കൊരു ക്ഷണം ലഭിച്ചു. But it wasn't necessarily a religious expedition, it was a scientific expedition. ഇത് മതപരമായിട്ടുള്ള ഒരു അന്വേഷണം അല്ലായിരുന്നു, പക്ഷേ ഇതൊരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നു. In 1989 there was a devastating earthquake in the country of Armenia. അർമേനിയയിൽ ഒരു വലിയ ഭൂമികുലുക്കം 1989 ഉണ്ടാകുവാനിടയായി.
On the border of Armenia and Turkey, there is a very large mountain, the largest mountain in the region, called Mount Ararat. അർമേനിയയും ടർക്കിയും ഈ രണ്ട് രാജ്യങ്ങളുടെ ബോർഡർ പ്രദേശങ്ങളിൽ ഒരു വലിയ പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ പേർ അരാരത്ത് പർവ്വതം എന്നാണ്. Locally, the mountain is called Agradai, which means the mountain of pain. അക്രഡായ് എന്ന പേരിൽ ആ രാജ്യക്കാർ ആ പർവ്വതത്തെ ഈ കാലങ്ങളിൽ വിളിച്ചു വരുന്നു. ആ വാക്കിന്റെ അർത്ഥം വേദനയുടെ പർവ്വതം എന്നാണ്. And that range of mountains is called the Ararat Range. ആ പർവ്വത നിരകളെ വിളിച്ചു വരുന്ന പേരാണ് അരാരത്ത് പർവ്വതങ്ങൾ. But to most people in the West, they just call the big mountain Agradai, they call that Mount Ararat. പക്ഷേ അമേരിക്കയിലും മറ്റുള്ള രാജ്യങ്ങളിലും ഉള്ള ആൾക്കാർ ആ വലിയ പർവ്വതത്തെ അക്രഡായ് എന്ന് വിളിച്ചാലും സകല പർവ്വതങ്ങളെയും പർവ്വത നിരകളെ ഒരുമിച്ച് വിളിക്കുന്ന പേർ അരാരത്ത് പർവ്വതങ്ങൾ എന്നാണ്. Now this mountain has a ice cap that is there around for every day in the year. It's a permanent ice cap. ഈ പർവ്വത നിരകളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പർവ്വതത്തിന്റെ മുകളിൽ ഒരിക്കലും ഉരുകിപ്പോകാത്ത മഞ്ഞും ഐസിന്റെ എപ്പോഴും അവിടെ ഐസ് കാണുവാൻ സാധിക്കും. During the time of the Soviet Union, there was a nuclear military base on the north side of the mountain in Armenia. ഈ അർമേനിയയിലുള്ള പർവ്വതത്തിന്റെ നോർത്ത് ഭാഗത്തായിട്ട് റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ ഒരു ന്യൂക്ലിയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നു. But after the breakup of the Soviet Union, they still leased this base from the Republic of Armenia, so you still have a nuclear military base by the Russians on the same site. സോവിയറ്റ് യൂണിയൻ അത് പിരിഞ്ഞു പോയതിനു ശേഷവും ആ അധികാരികൾ ഈ ടർക്കിയിൽ നിന്നും ഈ സ്ഥലം ലീസിനെടുത്ത് ആ ന്യൂക്ലിയർ സൈറ്റ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തു വന്നു. On the south side of the mountain, there is a NATO military base. ഈ പർവ്വതത്തിന്റെ സൗത്ത് വശത്തായിട്ട് നേറ്റോയുടെ ഒരു മിലിറ്ററി ബേസ് ഉണ്ട്. And that military base also has nuclear weapons. ആ ബേസിലും ന്യൂക്ലിയർ ആയുധങ്ങളുണ്ട്. And so with the earthquake that happened in that region, ആ സ്ഥലത്തുണ്ടായ ഭൂമികുലുക്കം നിമിത്തം both NATO and Russia were very concerned of the instability of the region, especially with nuclear arms in that region. ആ സ്ഥലത്ത് ഉണ്ടായ ഭൂമികുലുക്കം നിമിത്തം ഈ ന്യൂക്ലിയർ ആയുധങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് നാറ്റോ ഫോഴ്സസും അതുപോലെ റഷ്യൻ സൈന്യവും വളരെ ഭാരത്തിലായി. They were most concerned that the permanent ice cap had broken open and destabilized and would come crashing down the mountain. ഈ നൂറ്റാണ്ടുകളായി ഒരിക്കലും ഉരുകാത്ത ഈ ഐസ് കട്ട അത് ഈ ഭൂമികുലുക്കത്തിൽ പൊട്ടുകയും ഇത് ഈ ന്യൂക്ലിയർ ആയുധങ്ങളെ ഒരു പക്ഷേ വല്ലാതെ ബാധിക്കുകയും ചെയ്യും എന്ന് അവർ ഭയപ്പെട്ടു. So there were many satellite photographs made, many high altitude photographs made, but no one could determine whether the ice was stable. അങ്ങനെ സാറ്റലൈറ്റിൽ കൂടെയും ഹൈ ആൾട്ടിറ്റ്യൂഡ് ഫോട്ടോയിൽ കൂടെയും ഒക്കെയും അവർ ശ്രദ്ധിച്ചിട്ടും ഈ ഐസ് പൊട്ടിയിട്ടുണ്ടോ, ഈ ന്യൂക്ലിയർ ബേസിന് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ എന്നവർക്ക് തീരുമാനിക്കുവാൻ സാധിക്കുന്നില്ല. Finally, there was a meeting call between scientists and military people from Russia, Turkey, and the United States, and they met at the Massachusetts Institute of Technology in Boston. ഒടുവിൽ മാസച്യൂസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോസ്റ്റണിലുള്ള ആ ഫെസിലിറ്റിയിൽ ടർക്കിയിൽ നിന്നും റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും സയന്റിസ്റ്റും അതുപോലെ ഉയർന്ന ആൾക്കാർ ഒരുമിച്ച് ഇതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ സംസാരിക്കുവാൻ ഒരുമിച്ച് കൂടി. They began to study the photographs to see if they could find out whether it was stable or just what type of damage was made. ആ ഫോട്ടോകൾ പരിശോധിച്ച് ഇതിന്റെ അകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് കണ്ടുപിടിക്കുവാൻ അവർ ആഗ്രഹിച്ചു. Because the concern was very intense because of the nuclear weapons. അവിടെ ഉള്ള ന്യൂക്ലിയർ ആയുധങ്ങൾ നിമിത്തം ഇവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ഒരു പ്രയാസമുണ്ടായിരുന്നു. So in the process of studying the photographs, they noticed that in some of the photographs there was definitely an opening in the ice. ഒരു കാര്യം അവർ കണ്ടുപിടിച്ചു, ഈ ഐസിന്റെ ഉരുകാത്ത ഏരിയയിൽ വ്യക്തമായിട്ട് ഏതോ ഒരു കാര്യം പൊട്ടി ഇരിക്കുന്നത് അവർ കണ്ടു. അതായത് ആ ഐസ് പൊട്ടിയിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. And within the ice there was a small box type object that was revealed for the first time. ആ പൊട്ടിയിരിക്കുന്ന ഐസിന്റെ അകത്തൂടെ ശ്രദ്ധിച്ചാൽ ഏതോ ഒരു പെട്ടി പോലിരിക്കുന്ന
ഒരു വസ്തുത അവർ ശ്രദ്ധിച്ചു. This had never been seen before with any other photographs taken of the mountain before the earthquake. ഈ ഭൂമികുലുക്കത്തിന് മുൻപേ ഈ അരാരത്ത് പർവ്വതത്തിന്റെ മുകളിൽ എടുത്ത യാതൊരു ഫോട്ടോഗ്രാഫിലും ഈ പ്രത്യേക കാര്യം ശ്രദ്ധിക്കുവാൻ സാധിക്കുകയുമില്ലായിരുന്നു. So with the earthquake and the breaking of the ice, this object was exposed. അങ്ങനെ ഈ ഭൂമികുലുക്കത്തെ തുടർന്ന് ഐസ് പൊട്ടിയതിനാൽ ആ പൊട്ടിയിരിക്കുന്ന ഐസിന്റെ അകത്തൂടെ ഈ വസ്തു അവർക്ക് ഫോട്ടോഗ്രാഫിൽ പിടിച്ചെടുക്കുവാൻ സാധിച്ചു. Now there was a Christian scientist there, and he gave an opinion that this may be the Ark of Noah. അവിടെ ഒരു ക്രിസ്ത്യൻ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു വാക്കിൽ ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഒരു പക്ഷേ ആ ഐസിന്റെ അകത്തുള്ള പൊട്ടലിന്റെ അകത്ത് കാണുന്ന വസ്തുത ചിലപ്പോൾ നോഹയുടെ പെട്ടകമായിരിക്കും. Of course they laughed at him and mocked him and dismissed the possibility. ആൾക്കാർ അവരെ ആ സയന്റിസ്റ്റിനെ പരിഹസിച്ചു, എല്ലാവരും കൂടെ ഒരുമിച്ച് ചിരിച്ച് അതങ്ങ് തള്ളിക്കളഞ്ഞു. But after many weeks of study, there was no other explanation. അനേക ആഴ്ചകൾ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയിട്ടും യാതൊരു രീതിയിലും മറ്റൊരു അഭിപ്രായം, മറ്റൊരു ആശയം ഇതിനെക്കുറിച്ച് ആർക്കും വരുന്നില്ല. It was determined that there had to be an expedition put together to go to the mountain to see if it was stable, because they could not determine from the photographs whether it was. ഈ ഫോട്ടോഗ്രാഫിൽ നിന്നും ഈ പൊട്ടിയിരിക്കുന്ന ഐസ് താഴെയുള്ള ഏതെങ്കിലും ന്യൂക്ലിയർ ആയുധത്തിന്റെ മേൽ വീഴുമോ എന്നവർക്ക് ഒരു നിഗമനത്തിൽ എത്തുവാൻ കഴിയാത്തതിനാൽ അവരൊരു കാര്യം തീരുമാനിച്ചു, ആ സ്ഥലത്ത് പോയി ഐസ് അതിന്റെ സ്റ്റെബിലിറ്റി അന്വേഷിക്കാം എന്ന് തീരുമാനിച്ചു. So there was a joint nation venture put together between Russia, the United States and Turkey. അതുകൊണ്ട് 3 രാജ്യങ്ങൾ, റഷ്യ, അമേരിക്ക, ടർക്കി, 3 രാജ്യങ്ങൾ ഒരുമിച്ച് ഒരു ജോയിന്റ് എക്സ്പെഡിഷൻ പോകുവാൻ തീരുമാനിച്ചു. Russia supplied the large military helicopter that we would need. ഞങ്ങൾക്ക് ആവശ്യമുള്ള വലിയ ഹെലികോപ്റ്റേഴ്സ് നൽകുവാൻ റഷ്യ തയ്യാറായി. They also supplied all of the high-tech equipment, microwave radar and subsurface radar, those types of things. മൈക്രോവേവ് റഡാർ, സബ്സർഫസ് റഡാർ, ഇങ്ങനെയുള്ള ഉയർന്ന എക്വിപ്മെന്റ്സ്, ഹൈ ടെക്നോളജി എക്വിപ്മെന്റ്സ് റഷ്യ ഞങ്ങൾക്ക് നൽകി. And Turkey supplied the various paperwork that we would need, the documents. They also supplied a team of soldiers, 26 soldiers. 26 പടയാളികളെയും അവിടെ നടക്കേണ്ട പേപ്പർ വർക്കും ആ തരത്തിലുള്ള സകല സഹായങ്ങളും ടർക്കി രാജ്യം ഞങ്ങൾക്ക് നൽകി. They also supplied supplies that we would need, like tents and climbing gear and that type of thing. ഞങ്ങൾക്ക് പർവ്വതത്തിൽ കയറുവാൻ ആവശ്യമുള്ള സാമഗ്രികൾ, അതുപോലെ താമസിക്കുവാനുള്ള ടെന്റുകൾ, ആഹാരങ്ങൾ, ഇങ്ങനെയുള്ള സപ്ലൈസ് എല്ലാം ടർക്കി തരുവാനിടയായി. America supplied the money. അമേരിക്കയിൽ നിന്നും ഡോളർ ഒത്തിരി അവർ അയച്ചു. And they also supplied the 8-member research team. മാത്രമല്ല റിസർച്ച് നടത്തുവാൻ ആവശ്യമുള്ള 8 മെമ്പർ ഉള്ള ഒരു ടീമിനെയും അമേരിക്ക നൽകി. And I was invited to go on this research team, and my job was to be a historical archaeologist to determine the feasibility that there was something there. എന്നെ അവരയച്ചത് ആർക്കിയോളജിസ്റ്റ് ആയിട്ടും മാത്രമല്ല ഇവിടെ എന്തുവെങ്കിലും കണ്ടുപിടിക്കാൻ തക്ക വസ്തുണ്ടോ എന്ന് കണ്ടുപിടിക്കുവാൻ അമേരിക്കൻ ഗവൺമെന്റ് എന്നെ ആ 8 മെമ്പർ ടീമിൽ എന്റെ ജോലി ഏൽപ്പിച്ചയച്ചു. Along with the team, we also had the media with us, the BBC, CNN and the National Geographic. ഞങ്ങളോടൊപ്പം മീഡിയ ടീമും ഉണ്ടായിരുന്നു, BBC-യുടെ ആൾക്കാർ, CNN ആൾക്കാർ, വ്യത്യസ്ത ആൾക്കാരും ഉണ്ടായിരുന്നു. To make a very long story short, after all of the legal maneuvering was taken care of, we finally were on our way to eastern Turkey. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഈസ്റ്റേൺ ടർക്കിയിലേക്ക് ഞങ്ങൾ പോകുവാനിടയായി. We made a number of trips around the mountain by helicopter. ഹെലികോപ്റ്ററിൽ ഈ പർവ്വതത്തിന് ചുറ്റും പല പ്രാവശ്യം ഞങ്ങൾ പറന്നു. And we definitely saw that up at about the 5,000 meter level. 5000 മീറ്റർ ഉയരത്തിൽ ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. And this mountain is more than 62,000 meters tall, 6,200 meters tall. 6200 മീറ്ററിലധികം ഉയരമുള്ള ഒരു പർവ്വതമാണ് ഈ അരാരത്ത് പർവ്വതം. But at about the 5,000 meter level on the north side of the mountain, there was definitely an object. 5000 അടി ഉയരത്തിൽ ഏതോ ഒരു വസ്തുത ഉള്ളതായിട്ട് ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി, പക്ഷേ അടുത്ത് പോകുവാൻ സാധിക്കുന്നില്ല. And we hovered near this object, looking at it, and took many pictures and many hundreds of feet of videotape. ഞങ്ങൾ 100 കണക്കിന് മിനിറ്റുകൾ അതിന്റെ വീഡിയോ ടേപ്പും
അനേക ഫോട്ടോഗ്രാഫും അടുത്തുപോയി എടുക്കുവാൻ പരിശ്രമിച്ചു, പക്ഷേ വ്യക്തമാകുന്നില്ല. Now our first objective of this expedition was to determine the stability of the ice. ആ ഐസ് താഴെ വീഴുമോ, ന്യൂക്ലിയർ ബേസ് തകരുമോ എന്ന് നോക്കാനായിരുന്നു ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. And if there was time, then we could study this box object. അഥവാ അതിനുശേഷം സമയം ലഭിച്ചാൽ ഞങ്ങൾക്ക് ഈ വസ്തുത എന്താണെന്നും കണ്ടുപിടിക്കുവാൻ താല്പര്യമുണ്ടായിരുന്നു. So within the first couple of days, we determined with the instruments that we had that the ice was stable. ഞങ്ങൾക്കുള്ള ഹൈടെക് എക്വിപ്മെന്റ്സ് വെച്ച് ഞങ്ങൾ ഒരു കാര്യം കണ്ടുപിടിച്ചു, ഐസിന് യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. അത് പൊട്ടിയെങ്കിലും ന്യൂക്ലിയർ സ്റ്റേഷൻസിന് യാതൊരു പ്രശ്നവും ഉണ്ടാകുകയില്ല. So with that objective being accomplished, then we could turn our attention to this object itself. ആ കാര്യം ഉറപ്പായി കഴിഞ്ഞപ്പോൾ അടുത്ത കാര്യത്തിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധയെ തിരിച്ചു. Initially we tried to land the helicopter on top of the mountain and then rappel down the 1,000 meters to the object. 6000 മീറ്റർ ഉയരമുള്ള 18,000-ലധികം മീറ്റർ അടി ഉയരമുള്ള ഈ പർവ്വതത്തിന്റെ മുകളിൽ ഹെലികോപ്റ്റർ ഇറങ്ങിയതിനു ശേഷം 1000 മീറ്ററോളം താഴോട്ട് ഇറങ്ങി ഈ സാധനം പരിശോധിക്കാമെന്ന് തീരുമാനിച്ചു. But the object rested at about a 45-degree angle, so we could not get on top of it or even get around it. പക്ഷേ ഞങ്ങൾക്ക് അതിന്റെ മുകളിൽ ഇറങ്ങുവാനോ അതിന്റെ അടുത്ത് പോകുവാനോ സാധിക്കാത്ത അവസ്ഥയായിരുന്നു ആ പർവ്വതത്തിൽ കണ്ടത്. So then we had to make a ground assault, and that we had to climb the mountain from the bottom up. അതുകൊണ്ട് മുകളിൽ ഇറങ്ങുവാൻ കഴിയാത്തതുകൊണ്ട് ഹെലികോപ്റ്റർ നിലത്തിറങ്ങി പർവ്വതത്തിന്റെ 5,000 feet, that's about 15,000 feet, 15,000 അടിയിലധികം പർവ്വതം കയറി ഈ വസ്തുത ഗവേഷണം ചെയ്യണം എന്നൊടുവിൽ നിഗമനത്തിലെത്തി. And so we started up the mountain, and everything was good until we noticed that they were bombing the mountain with bombs. ഞങ്ങൾ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറുവാൻ ആരംഭിച്ചു. അല്പം മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ പ്രശ്നം ബോംബുകൾ വീഴുവാൻ ആരംഭിച്ചു. Unfortunately, while we were there, the Persian Gulf War had started. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ആ സമയത്താണ് പേർഷ്യൻ ഗൾഫ് യുദ്ധം ആരംഭിച്ചത്. And there were Kurdish villages on Mount Ararat. അരാറത്ത് പർവ്വതത്തിൽ കേർഡിഷ് ആൾക്കാർ പാർക്കുന്ന ചെറിയ ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു. And Saddam Hussein has accused the Kurdish villagers of being in allegiance with America and NATO. സദാം ഹുസൈൻ പറഞ്ഞു ഈ കേർഡിഷ് ഗ്രാമത്തിൽ പാർക്കുന്നവർ അമേരിക്കക്കാർക്ക് ഒറ്റുനോട്ടക്കാരായി പ്രവർത്തിക്കുന്നവരാണ്, അതുകൊണ്ട് അവരെ തകർക്കണം. And the Turks felt like the Kurds were in allegiance with Saddam Hussein. ടർക്കിഷ് ഗവൺമെന്റ് ഒരു കാര്യം ആലോചിച്ച് അവർ തീരുമാനിച്ചു, ഈ കേർഡിഷ് ആൾക്കാര് അവർ ടർക്കിയുടെ കൂടെ അല്ല, പകരം സദാം ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് ടർക്കിഷ് ആൾക്കാർ ഇവരെ പഴിചാരി. So Saddam was shooting the mountain in the villages with artillery shells, and the Turks were flying with airplanes and bombing the mountain. രണ്ടു വശത്തുനിന്നും രണ്ട് രാജ്യങ്ങൾ ഈ ചെറിയ ഗ്രാമങ്ങൾക്ക് വിരോധമായി യുദ്ധം ആരംഭിച്ചു. ഒരു വശത്ത് സദാം ഹുസൈന്റെ ആൾക്കാർ അവർക്കെതിരെ ബോംബയക്കുന്നു, മറുവശത്ത് ടർക്കി എന്ന രാജ്യം ഇവർക്ക് വിരോധമായി യുദ്ധം ചെയ്യുന്നു. And we were caught in the middle. ഞങ്ങൾ ഈ സാഹചര്യത്തിൽ ഇതിന്റെ നടുവിൽ അകപ്പെട്ടു പോയി. But everything was okay. We stayed in caves and hid for a couple of days until it was over. ഞങ്ങൾ 2-3 ദിവസങ്ങൾ ഗുഹകൾക്കകത്ത് പാർക്കേണ്ടി വന്നു. അങ്ങനെ ഒടുവിൽ ഞങ്ങൾക്കുള്ള ആ പ്രശ്നം മാറി. And then we continued. ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. There was an object up there at that 15,500 foot level. 15,500 അടി ഉയരത്തിൽ ഒരു വസ്തുത, ഒരു സാധനം ഞങ്ങൾ കണ്ടു. According to the subsurface radar that we had, the object was more than 400 feet long. ഞങ്ങളുടെ കയ്യിലുള്ള സബ് സർഫസ് റഡാർ വെച്ച് ഞങ്ങൾ പരിശോധന ചെയ്തപ്പോൾ ഈ ഐസിന്റെ അകത്ത് കിടക്കുന്ന വസ്തു ഏകദേശം 400 അടി നീളമുള്ള വസ്തുവാണ്. It was also about 75 to 80 feet wide. മാത്രമല്ല 75 അടിയോളം വീതി വരുന്ന ഒരു വസ്തുവാണ്. And about 50 feet tall. മാത്രമല്ല 50 അടിയോളം ഉയരം വരുന്ന ഒരു വസ്തുവാണ്. Most of it was stuck into the ice, and so the majority of the outline that we saw was from the radar. ഞങ്ങൾ റഡാർ മുഖാന്തരം മാത്രമേ ഈ വസ്തുത കാണുവാൻ ശരിക്കും സാധിക്കത്തുള്ളൂ. കാര്യം 400 അടിയിൽ
മുക്കാൽ ഭാഗവും ഐസിന്റെ അകത്തായതുകൊണ്ട് കണ്ണുകൾ കൊണ്ട് കാണുവാൻ സാധിക്കുകയില്ല. But there was about 130 feet exposed, sticking out of the ice, so that's where we could get wood samples and make measurements and those types of things. ഈ 400 അടി ഉള്ള ഈ വസ്തുവിന്റെ 130 അടി മാത്രമേ ഐസിന്റെ അകത്തുനിന്ന് വെളിയിലേക്ക് തള്ളി നിന്നുള്ളൂ. അതുകൊണ്ട് ഈ 130 അടി പുറത്തേക്ക് തള്ളി നിന്ന വസ്തുവിന്റെ വുഡ് സാമ്പിൾസും അതിന്റെ അളവുകളും ഒക്കെ എടുക്കുവാൻ ആ 130 അടി മാത്രമേ ലഭ്യമായിരുന്നുള്ളൂ. It was very cold. വളരെ തണുപ്പുമായിരുന്നു. It was minus 10 degrees Fahrenheit. -10 ഡിഗ്രി ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ. And the wind was blowing very hard. വളരെ ശക്തമായ കാറ്റടിക്കുന്നു. And so the working conditions were miserable. അതുകൊണ്ട് അവിടെ പ്രവർത്തിക്കുവാൻ ഭയങ്കര പ്രയാസമായിരുന്നു. But we did bring back some samples. അവിടുന്ന് ഞങ്ങൾ ചില സാമ്പിൾ മടക്കിക്കൊണ്ടുവന്നു. The walls of the object were approximately 1 1/2 meters thick. ഞങ്ങൾ കണ്ട ആ വസ്തുവിന്റെ അതിന്റെ ഭിത്തികൾ ഇല്ലെങ്കിൽ അതിന്റെ വണ്ണം 1.5 മീറ്റർ വണ്ണമായിരുന്നു. And the floor was that much and just slightly more than 1 1/2 meters. അതിന്റെ തറ ഏകദേശം 1.5 മീറ്ററിൽ അധികം ഉണ്ടായിരുന്നു. Now in the Bible it talks about Noah using gopher wood. നോഹയുടെ പെട്ടകം ഗോഫർ മരം കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. Now gopher wood is not a type of wood. ഗോഫർ മരം എന്നുള്ളത് തേക്ക് തടി എന്നിങ്ങനെ നമ്മൾ അറിയുന്നത് പോലെ ഒരു മരത്തിന്റെ തടിയല്ല. It is a process. അത് ഒരു പ്രോസസ്സിൽ കൂടെ കടന്നുപോയ ഒരു തരത്തിലുള്ള തടിയെയാണ് ഗോഫർ മരം എന്ന് വിളിക്കുന്നത്. Much like plywood or fiberboard. ഇന്നത്തെ ഭാഷയിൽ ഫൈബർ ബോർഡോ ഇല്ലെങ്കിൽ പ്ലൈവുഡോ എന്നുള്ളത് ഒരു മരത്തിൽ നിന്ന് വെട്ടിയെടുക്കുന്നതല്ല, പക്ഷേ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് പ്ലൈവുഡ് ഉണ്ടാക്കുന്നത് പോലെ ആ കാലത്ത് ഒരു പ്രോസസ്സിൽ കൂടെ ഉണ്ടാക്കിയെടുത്ത തടിയാണ് ഗോഫർ മരം. Gopher wood is produced by having various laminates of wood pressed together under pressure. വ്യത്യസ്ത തടികൾ ഒരുമിച്ച് വലിയ പ്രഷറിൽ ഇതിനെ ഒരുമിപ്പിച്ച് യോജിപ്പിക്കുന്ന ഒരു പ്രോസസ് കഴിയുമ്പോഴാണ് അതിനെ ഗോഫർ മരം എന്ന് വിളിക്കുന്നത്. We took the core samples that we had back to Stanford University. ഞങ്ങളുടെ ലഭ്യമായ ആ സാമ്പിൾ എല്ലാം എടുത്തോണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങൾ കൊണ്ടുപോയി. And the laboratories there indicated that the gopher wood was made of 15 different types of wood. ആ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് കഴിഞ്ഞതിന് ശേഷം അവർ തന്ന റിപ്പോർട്ട് അനുസരിച്ച് 15 വ്യത്യസ്ത മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു തടിയാണ് ഗോഫർ മരം. 12 of the types of wood could be identified, 3 could not. അതിൽ 12 മരമെങ്കിലും ഇന്നും ലോകത്തിലുള്ളതും നമ്മൾക്ക് കണ്ടുപിടിക്കുവാൻ കഴിയുന്നതുമായ മരങ്ങളാണ്. പക്ഷേ 3 വ്യത്യസ്ത മരങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുപിടിക്കുവാൻ സാധിക്കുന്നില്ല. Also on the inside of the walls and the floor and the outside there was a substance about this thick that was made of a petroleum based substance that served as a waterproofing. ആ മരത്തിന്റെ രണ്ട് വശത്തും ഏകദേശം 2 ഇഞ്ച് കനത്തിൽ പെട്രോളിയം ബേസ്ഡ് ഏതോ ഒരു വസ്തുത വെച്ച് വെള്ളം അകത്ത് കയറാതിരിക്കുവാനുള്ള വാട്ടർ പ്രൂഫിംഗ് അവിടെ ചെയ്തതായി ഞങ്ങൾ കണ്ടു. And so it seemed to me and to all of us who were there that if this was not the Ark of Noah, what could it be? ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നവർ ഒരുമിച്ച് ആലോചിച്ചു. ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് നോഹയുടെ പെട്ടകമല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? Now I was one of only just a few Christians who were members of the entire group. ആ മുഴുവൻ ഗ്രൂപ്പിൽ ക്രിസ്ത്യാനികളായി ഉള്ള വളരെ ചുരുക്കം ആൾക്കാരിൽ ഒരുവൻ ഞാനായിരുന്നു. But by the time we got back down on the ground, everyone had accepted Christ. പക്ഷേ ഞങ്ങളുടെ ക്യാമ്പിൽ മടങ്ങി വരുന്നതിന് മുൻപേ കടന്നുപോയ ഓരോ വ്യക്തിയും യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചു. One example, a Russian military helicopter. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. റഷ്യൻ മിലിറ്ററി ഹെലികോപ്റ്റർ പറപ്പിച്ച പൈലറ്റ്. The pilot was the personal helicopter pilot for President Gorbachev. പ്രസിഡന്റ് ഗോർബച്ചേവിന്റെ ഹെലികോപ്റ്റർ പറപ്പിച്ച പേഴ്സണൽ പൈലറ്റ് ആയിരുന്നു ആ വ്യക്തി. Many thousands of hours of experience. അനേക മണിക്കൂറുകൾ താൻ ഹെലികോപ്റ്റർ പറപ്പിച്ച് പരിചയമുണ്ട്. He was a devout atheist. അദ്ദേഹം ദൈവമില്ല എന്ന് വാദിക്കുന്ന ഒരു നിരീശ്വരവാദിയായിരുന്നു. And when we were hovering in the air looking in front of this object, ഞങ്ങൾ ആ പർവ്വതത്തിന്റെ മുകളിൽ ഈ
ഈ വസ്തുതയ്ക്ക് നേരെ നിന്ന് ഞങ്ങൾ ഹെലികോപ്റ്ററിൽ പറക്കുമ്പോൾ I noticed that he was crying. ഈ മനുഷ്യൻ കരയുകയായിരുന്നു. I said, Yuri, is there a problem? യൂറി, എന്തോ പ്രശ്നം എന്താ, നീ എന്തിനാ കരയുന്നത്? He says, yes. യൂറി പറഞ്ഞു, അതെ, That is my problem. ആ കാണുന്ന വസ്തുവാണ് എന്റെ പ്രശ്നം. I have been taught my entire life that this thing is Mickey Mouse, it is Donald Duck, it's fairy tales. ഇത് മനുഷ്യന്റെ ഭാവനയിൽ ഉണ്ടാക്കിയെടുത്ത വെറും ഒരു കെട്ടുകഥയാണ് എന്ന് എന്റെ ആയുഷ്കാലം മുഴുവൻ വിശ്വസിച്ചിരുന്ന ഒരു വസ്തുതയാണ് എന്റെ കണ്ണിന്റെ മുൻപിൽ ഞാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. But now I see with my own eyes that it is not. എന്റെ കണ്ണുകൾ കൊണ്ട് ഞാൻ കാണുന്നു, ഇത് കെട്ടുകഥയല്ല, ഇത് വാസ്തവമാണ്. He said, maybe there's other things in your Bible that is true also. അങ്ങനാണെങ്കിൽ നിന്റെ വേദപുസ്തകം പറയുന്നതിന്റെ അകത്ത് മറ്റു പലതും സത്യമാകാൻ സാധ്യതയുണ്ടല്ലോ. I said, there is. ഞാൻ പറഞ്ഞു, അതെ, അങ്ങനെ And I തന്നെയാണ്. began to tell him about Jesus. ഞാൻ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞു. And he accepted Jesus Christ. യേശുവിനെ ആ യൂറി അംഗീകരിച്ചു, രക്ഷിതാവായി അംഗീകരിച്ചു. So I can't tell you for sure whether this object was the Ark of Noah or not. അതിന്റെ മണ്ടയിൽ നോഹയുടെ പെട്ടകമെന്ന് എഴുതിയിട്ടില്ല, ഞാൻ അത് വായിച്ചില്ല. But this devout atheist was so cured that he made his life about face and is now living for the Lord. പക്ഷേ അല്പമെങ്കിലും വിവരമുള്ള ആ പൈലറ്റ് അത് കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി, ഇതിന്റെ അകത്ത് വാസ്തവമായിട്ട് ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്, അതുകൊണ്ട് യേശുവിനെ അംഗീകരിക്കുകയും ഇന്നും വിശ്വാസിയായി ജീവിക്കുന്ന ആ വ്യക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. He went back to Moscow and started a church. ആ വ്യക്തി മോസ്കോയിൽ മടങ്ങിപ്പോയി ഒരു സഭ ആരംഭിച്ചു. And it is now one of the largest churches in Moscow that is pastored by a Russian pastor. ആ പാസ്റ്റർ യൂറി ഇന്ന് അമേരിക്കയിൽ മോസ്കോയിൽ ഉള്ളതിലേക്കും ഏറ്റവും വലിയ ഒരു സഭയുടെ ശുശ്രൂഷകനായി ദൈവത്തെ സേവിക്കുന്നു. And still living strongly for the Lord. ഇന്നും കർത്താവിന് വേണ്ടി ഒരു സാക്ഷിയായി നിൽക്കുകയാണ്. Now we couldn't get inside of the object. ആ വസ്തുതയ്ക്കകത്ത് ഇല്ലെങ്കിൽ ആ പെട്ടകത്തിന്റെ അകത്തേക്ക് കടക്കുവാൻ സാധിച്ചില്ല. It was all filled with ice. അതിന്റെ അകത്ത് നിറച്ചും ഐസ് ആയിരുന്നു. And so we don't know whether there was anything like cages or locks or that type of thing. അതിന്റെ അകത്ത് മുറികളുണ്ടോ, അതിന്റെ അകത്ത് എന്തൊക്കെയാണ് സൗകര്യങ്ങൾ എന്ന് കണ്ടുപിടിക്കുവാൻ യാതൊരു മാർഗവുമില്ല. So the only thing that we found and we saw was the outside structure. അതുകൊണ്ട് പുറത്തു നിന്ന് ആ പുറത്തുള്ള ഒരു പെട്ടകത്തിന്റെ ആ പുറഭാഗം മാത്രമേ കാണുവാൻ സാധിച്ചുള്ളൂ. National Geographic made a documentary about the expedition. നാഷണൽ ജിയോഗ്രഫി അതിനെക്കുറിച്ച് ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കി. In combination with Sun Publications. സൺ പബ്ലിക്കേഷൻസിനോട് ചേർന്നാണ് അവർ ആ ഡോക്യുമെന്ററി ഉണ്ടാക്കിയത്. And the name of it is The Incredible Search for Noah's Ark. ആ ഡോക്യുമെന്ററിയുടെ പേര് The Incredible Search for Noah's Ark. And you can get that online or through Amazon or some of those places. ആമസോണിൽ കൂടെയോ ഇല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെയോ നിങ്ങൾക്ക് ഇന്റർനെറ്റിന്റെ അകത്തൂടെ അതിനെക്കുറിക്കുന്ന സകല വിവരങ്ങളും ലഭ്യമാകും. But I am certain of this. പക്ഷെ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്. When Jesus said, as it was in the days of Noah, നോഹയുടെ കാലം പോലെ എന്റെ മടങ്ങി വരവിന്റെ സമയത്ത് കാണുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ indicates to me that perhaps Noah is one of those latter-day witnesses. എന്റെ മനസ്സിൽ വരുന്ന ഒരു ആശയം, അന്ത്യകാലത്ത് ഒരു വലിയ ന്യായവിധിയെക്കുറിച്ച് ഒരു സുവിശേഷം, അതിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനുള്ള സന്ദേശം അറിയിച്ച ഒരു സുവിശേഷകനെ പോലെ നോഹ പ്രസംഗിച്ചു. That when Noah begins to dominate the research news, നോഹയുടെ ആ ചരിത്ര ഭാഗങ്ങൾ ഇന്നത്തെ സന്ദേശങ്ങളിൽ ഇല്ലെങ്കിൽ ന്യൂസിൽ പ്രധാന സ്ഥാനം വഹിക്കുമ്പോൾ realize that the coming of the Lord is very quick. ഇതും കർത്താവിന്റെ മടങ്ങിവരവും തമ്മിൽ ഏതോ ഒരു ബന്ധമുണ്ട് എന്ന് മറക്കരുത്. And turn with me very quickly, if you will, to Acts, the 1st chapter. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിലേക്ക് വീണ്ടും നമ്മുടെ ശ്രദ്ധയെ തിരിച്ചാലും. And we will read verse number 6, 7, and 8. 6, 7, 8 വാക്യങ്ങൾ. Of Acts 1. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങൾ. ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രായേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തന്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. The last things that Jesus' disciples wanted to ask him before he ascended into heaven was this: is now the time
that you were going to establish your kingdom. യേശു സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുമ്പോൾ ഏറ്റവും ഒടുവിലായി ശിഷ്യന്മാർ അറിയുവാൻ ആഗ്രഹിച്ചതും അവർ ചോദിച്ചതുമായ വിഷയം ഇതാണ്: കർത്താവേ, അങ്ങയുടെ രാജ്യം എപ്പോഴാണ് കർത്താവ് സ്ഥിരീകരിക്കുന്നത്? They had asked Jesus this many times. പല പ്രാവശ്യങ്ങൾ കർത്താവിനോട് അവർ ഇത് ചോദിച്ചിട്ടുണ്ട്. Each time Jesus says, no one knows the hour, no one knows the day. ഓരോ പ്രാവശ്യവും കർത്താവിന്റെ മറുപടി, ആർക്കും സമയത്തെക്കുറിച്ച് അറിവില്ല. Not even the angels of heaven, or not even the Son. സ്വർഗത്തിലെ ദൂതന്മാരോ പുത്രൻ പോലും അറിയുന്നില്ല. That privileged information is for the Father only. ആ അറിവ് പിതാവിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ. And in this situation, he basically tells them this. കർത്താവിന്റെ വാക്കുകളുടെ ആശയം ഇതാണ്: It's none of your business. നീ അറിയേണ്ട ആവശ്യമില്ല. And the Father knows when. പിതാവിനറിയാം എപ്പോഴാണ് മടങ്ങി വരവിന്റെ സമയം. Do not be concerned about that. അതിനെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. What you should be concerned with is knowing that once the Holy Spirit comes upon you, you shall be my witnesses. നിങ്ങൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി: നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി വരും, നിങ്ങൾ എന്റെ സാക്ഷികളാകും. And that's what should concern you. അത് നമ്മളെ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വലുതായി നമ്മൾ കണക്കാക്കണം. Spreading the good news in your Jerusalem. യെരുശലേമിൽ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയുക. And your Samaria. നിങ്ങളുടെ ശമരിയയിൽ. And your Judea. നിങ്ങളുടെ യഹൂദിയയിൽ. And your uttermost parts of the world. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ എവിടം വരെ ലോകത്തിന്റെ അറ്റത്തോളം ദൈവം അയക്കുന്നു അവിടം വരെ യേശുവിന്റെ സാക്ഷികളാകുക. That's what you need to be concerned about. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. Now, I would like to show of hands, if I can, and for people to show their hands. How many of you would love for Jesus to come back today? കർത്താവായ യേശു ഇന്ന് മടങ്ങി വരണം എന്ന് വാസ്തവമായി ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അവരുടെ കരങ്ങൾ ഞാൻ ഒന്ന് കാണുവാൻ ആഗ്രഹിക്കുന്നു. I would guess close to 100%. ഏകദേശം 100% ആണെന്ന് ഞാൻ കാണുമ്പോൾ എനിക്ക് തോന്നിപ്പോവുകയാണ്. Well, Jesus has given us the formula on how to give a better chance of that happening. കർത്താവ് മടങ്ങി വരണമെങ്കിൽ എത്രയും വേഗം മടങ്ങി വരുവാൻ നമ്മുടെ കയ്യിൽ ഒരു ദൗത്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം എന്ന് കർത്താവ് എന്ത് ആവശ്യപ്പെടുന്നു? Telling people about him. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം മറ്റുള്ളവരോട് പറയുക. Because he said once this gospel is spread to the furthest corners of the earth, then the end shall come. രാജ്യത്തിന്റെ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിച്ചു കഴിയുമ്പോൾ ലോകത്തിന്റെ അവസാനം വന്നിരിക്കും. So if you want Jesus to come back, യേശു പെട്ടെന്ന് മടങ്ങി വരണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ, be productive in winning people to Christ. കർത്താവിലേക്ക് ആത്മാക്കളെ നേടുവാൻ പരിശ്രമിക്കുക. And that's a very simple formula. അതൊരു വളരെ വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ്. And Jesus repeated it many times. യേശു അത് പല പ്രാവശ്യം ആവർത്തിച്ചു. Nowadays we have many ministries that concentrate on prophecy. അനേക ശുശ്രൂഷകൾ പ്രാവചനിക ശുശ്രൂഷയെ മാത്രം ശ്രദ്ധിക്കുന്നവരുണ്ട്. And we should be aware of the signs of the times. അതെ, അതുകൊണ്ട് അതിന്റെ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. But why should be aware? പക്ഷേ ഇതിന്റെ അർത്ഥം എന്താണ്? Are we looking for the rise of Antichrist? നമ്മൾ അന്തിക്രിസ്തു എവിടാണെന്ന് കാണുവാനാണോ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം? Well, Antichrist will come. അതെ, നമ്മൾ പഠിച്ചാലും അതിനെക്കുറിച്ച് പഠിച്ചില്ലെങ്കിലും അന്തിക്രിസ്തു വന്നിരിക്കും. But I'm not too concerned about that. എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഭാരമില്ല. It will happen. അത് സംഭവിച്ചിരിക്കും. I don't care who he is. ആരാണ് അന്തിക്രിസ്തു എന്ന് എനിക്ക് അറിയത്തുമില്ല. When it's going to happen, it doesn't matter. എപ്പോഴാണ് അന്തിക്രിസ്തു വരുന്നത് അതെനിക്ക് വലിയ വിഷയമല്ല. What I'm concerned about is the coming of Christ, not Antichrist. എനിക്ക് ഏറ്റവും വലിയ കാര്യം അന്തിക്രിസ്തു അല്ല, ക്രിസ്തുവിന്റെ മടങ്ങി വരവ്. And if I'm concerned about the coming of Christ, ക്രിസ്തുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് എനിക്ക് ഒരു ചിന്തയുണ്ടെങ്കിൽ, then I will do everything in my power to try to get him here as soon as possible. എനിക്ക് ആകുന്നത്രയും എന്നെ കൊണ്ടൊക്കുന്നത്രയും യേശുവിന്റെ മടങ്ങി വരവിനെ പെട്ടെന്ന് അത് സംഭവം ഉണ്ടാകുവാൻ ഞാൻ എന്ത് ചെയ്യാനും തയ്യാറാണ്. And much of that effort depends upon me doing what Jesus said, that is to spread his name to those that don't know him. അതിന്റെ അർത്ഥം എന്റെ ദൗത്യം എന്താണ്? യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും സുവിശേഷം അറിയാത്തവരുടെ അടുക്കൽ യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം എത്രയും വേഗം എത്തിക്കുക. The Lord has given me and my wife a very great privilege.
എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ദൈവം ഏറ്റവും നല്ലൊരു അവസരം തന്നിട്ടുണ്ട്. That's to go to different places throughout the world and proclaim Jesus Christ. ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോയി സുവിശേഷം പ്രസംഗിക്കുവാൻ ഒരു അവസരം ദൈവം തന്നു. That's one of the greatest privileges that I've ever had in my life other than salvation itself. സുവിശേഷം പ്രസംഗിക്കുന്നതാണ് രക്ഷയുടെ അനുഭവം കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനം. But some of you may not ever get the opportunity to travel around the world. പക്ഷേ നിങ്ങളിൽ ചിലർക്ക് ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ സഞ്ചരിക്കുവാൻ ഉള്ള അവസരം ലഭിച്ചു എന്ന് വരികയില്ല. But what you can do is just as effective. പക്ഷേ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കുന്നത് പോകുവാൻ സാധിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് ചിലത് ചെയ്യുവാൻ സാധിക്കും. How can you be a part of spreading the gospel throughout the world? ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ യേശുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? First of all, you can pray. ഒന്ന്, പ്രാർത്ഥിക്കുവാൻ സാധിക്കും. There's nothing any more important than prayer. അതിനേക്കാൾ വലിയൊരു കാര്യം സുവിശേഷീകരണത്തിന് ആർക്കും ചെയ്യുവാൻ സാധിക്കുകയില്ല. You can pray for your own community. നിങ്ങളായിരിക്കുന്ന ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കും. Your Jerusalem. നിങ്ങളുടെ യെരൂശലേമാണ്. You can pray for your own country, your Judea. നിങ്ങളുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ യഹൂദിയാണത്. You can pray for your Samaria. നിങ്ങളുടെ ശമര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. Sri Lanka, Pakistan, Bangladesh. ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. And then you can pray for those around the world. മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ സാധിക്കും. And that is one of the greatest things that you can do. അത് നിങ്ങൾക്ക് ചെയ്യുവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. Dedicate a time every day to pray for the salvation of souls. എല്ലാ ദിവസവും ആത്മാക്കളുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുക. Because the salvation of souls depends upon when Jesus comes back. കാര്യം യേശുവിന്റെ മടങ്ങിവരവും ഈ സുവിശേഷത്തിന്റെ ഘോഷണവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. But something else you can do മറ്റൊരു കാര്യം നിങ്ങൾക്ക് ചെയ്യാം. is you can fund the gospel. യേശുവിന്റെ സുവിശേഷം പ്രക്ഷേപിക്കുവാൻ ആവശ്യമുള്ള വേലയ്ക്ക് ആവശ്യമുള്ള ഒരു സപ്പോർട്ട് അതിന്റെ സാമ്പത്തിക വശങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കും. There are many ways that the gospel is now being spread throughout the world. ലോകത്തിലൊക്കെയും സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നതിന് വലിയ മാധ്യമങ്ങളുണ്ട്. The gospel is being spread with media, as we see here today. ഇവിടെ ഇന്ന് കാണുന്നത് പോലെ മീഡിയയിൽ കൂടെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. Whether that is through the internet, ഒരുപക്ഷേ ഇന്റർനെറ്റിൽ കൂടെ ആയിരിക്കും. whether it's through special television programming, ഇല്ലെങ്കിൽ സ്പെഷ്യൽ ടെലിവിഷൻ പ്രോഗ്രാമിൽ കൂടെ ആയിരിക്കും. whether it's through movies or documentaries. ഡോക്യുമെന്ററിയിലോ പിക്ചറിലോ കൂടെ ആയിരിക്കും. Media is doing a great job of spreading the gospel throughout the world. മീഡിയയിൽ കൂടെ വലിയ കാര്യങ്ങൾ സുവിശേഷത്തിനായി ചെയ്യുന്നു. But is it free? പക്ഷേ അത് സൗജന്യമാണോ? No. അല്ല. Preachers are doing a tremendous job. പ്രസംഗിക്കുവാൻ പോകുന്നവർ അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷ ചെയ്യുന്നു. When your pastor preaches to you, നിങ്ങളുടെ ശുശ്രൂഷകൻ നിങ്ങളെ ശുശ്രൂഷിക്കുമ്പോൾ you pass that message to someone else. നിങ്ങൾ മറ്റൊരാൾക്ക് അതേ സന്ദേശം അറിയിക്കുവാൻ സാധിക്കും. And they pass it to someone else. അവർ മറ്റൊരു വ്യക്തിക്ക് അത് സന്ദേശം നൽകും. And they pass it to someone else. അവർ അടുത്ത ആളിന് ആ സന്ദേശം നൽകും. And before long, the message that your pastor has preached in Bangalore നിങ്ങളുടെ പാസ്റ്റർ ബാംഗ്ലൂരിൽ പ്രസംഗിച്ച ആ സന്ദേശം is being repeated in Kazakhstan. കസഖ്സ്ഥാനിലേക്ക് അത് മാറും. Being repeated in Spain, in Portugal, in Russia. അത് പോർച്ചുഗലിലേക്കും സ്പെയിനിലേക്കും റഷ്യയിലേക്കും ആ സുവിശേഷം എത്തും. But does your pastor live free? പക്ഷേ നിങ്ങളുടെ പാസ്റ്റർ സൗജന്യമായിട്ടാണോ ജീവിക്കുന്നത്? No. അല്ല. He must be supported. പാസ്റ്റർക്ക് ഒരു സപ്പോർട്ട് ആവശ്യമാണ്. This church is the same. ഈ സഭയും അതുപോലാണ്. Through the influence of this church, it's very obvious with the increase in your attendance that this church has been responsible in their dedication to the gospel. ഈ പട്ടണത്തിലും ഈ ചുറ്റുപാടുകളിലും ഈ സഭയെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തിൽ വിശ്വസ്തയോടെ അനേകർ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായി അനേകർ ഈ ആലയത്തിലേക്ക് കടന്നു വരുന്നത് ഒരു വാസ്തവമാണ്. And every person here knows someone else that's not here. ഇവിടെ വരാത്ത മറ്റൊരു വ്യക്തിയെ എല്ലാവർക്കും ഒരു വ്യക്തിയെങ്കിലും അങ്ങനെയുള്ള ഒരാളെങ്കിലും പരിചയമുണ്ട്. And you tell those people what's happened in your church. നിങ്ങളുടെ സഭയിൽ സംഭവിക്കുന്നത് ഈ സഭയിൽ വരാത്ത ആൾക്കാരോട് യേശുവിനെ അറിയാത്തവരോട് നിങ്ങൾ പറയുക. What your church has to offer. നിങ്ങളുടെ സഭയിൽ അവർക്ക് എന്ത് ലഭ്യമാകും? How it is helpful in these circumstances or that circumstance. അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ അവരെ സഹായിക്കുവാൻ സാധിക്കും? And the influence of this church continues to flow in perhaps
to the uttermost parts of the world. അങ്ങനെ ഈ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന ശുശ്രൂഷയും ദൗത്യവും ഇതിന്റെ സ്വാധീനവും ഈ പട്ടണത്തിൽ മാത്രമല്ല ലോകത്തിന്റെ വ്യത്യസ്ത രാജ്യങ്ങളിലേക്ക് ലോകത്തിന്റെ അറ്റത്തോളം ഇതിന്റെ സ്വാധീനത്തിന് വളരുവാൻ സാധിക്കും. But it takes money to pay for the electricity that runs this microphone. പക്ഷേ ഈ മൈക്രോഫോൺ പ്രവർത്തിക്കണമെങ്കിൽ ഇവിടുത്തെ കറണ്ടിന് മുതൽ പണം കൊടുത്തേ പറ്റത്തുള്ളൂ. It takes money to pay for the lights. ഈ ലൈറ്റ് ഇവിടെ കത്തണമെങ്കിൽ അതിന് പണം കൊടുത്തേ പറ്റത്തുള്ളൂ. The spreading of the gospel is very much attached to the funds that you give. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർ നമ്മൾ നൽകുന്ന പണവും സുവിശേഷീകരണവും തമ്മിൽ വലിയ ബന്ധമുണ്ട്. Every single rupee that you give, നിങ്ങൾ കൊടുക്കുന്ന ഓരോ രൂപയും for the spread of the gospel, സുവിശേഷീകരണത്തിനായി നൽകുന്നത് fulfills the obligation of spreading the gospel throughout the world, ലോകത്തിലൊക്കെയും യേശുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ഭാഗമാണ് എന്ന് മറക്കരുത്. which brings Jesus closer to the second coming. അങ്ങനെയാണെങ്കിൽ സുവിശേഷീകരണത്തിന്റെ ഫലമായി യേശുവിന്റെ മടങ്ങിവരവ് ഓരോ ദിവസവും ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. If you want to forestall the coming of Christ, കർത്താവിന്റെ വരവ് താമസിക്കണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ then quit giving to the Lord. കർത്താവിന് കൊടുക്കുന്നത് നിർത്തിയാൽ മതി. If you want to increase the time that you know that the Lord will come back, കർത്താവ് മടങ്ങി വരുവാൻ സമയമായി പക്ഷേ അല്പം കൂടെ കഴിയട്ടെ എന്ന് ആർക്കെങ്കിലും വിചാരമുണ്ടെങ്കിൽ then give your gifts to the Lord. അല്ല, പെട്ടെന്ന് കർത്താവ് വരണം എന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവിന് കൊടുക്കുവാനുള്ളത് മനഃപൂർവ്വം നിശ്ചയമായിട്ടും നിങ്ങൾ കൊടുക്കണം. Because you are funding the gospel that will guarantee the quick return of Jesus. കാര്യം നിങ്ങൾ ദൈവത്തിന് നൽകുമ്പോൾ കർത്താവിന്റെ മടങ്ങിവരവിന്റെ സമയം ആസന്നമാക്കുവാൻ നിങ്ങളുടെ ഭാഗം നിങ്ങൾ ചെയ്യുകയാണ്. And so that is the primary issue why you give to the Lord. അതുകൊണ്ടാണ് കർത്താവിന് കൊടുക്കണം എന്ന് കർത്താവിന്റെ വചനം പഠിപ്പിക്കുന്നത്. Now we know that God is debtor to no man. ദൈവം ആർക്കും കടക്കാരനല്ല എന്ന് വചനം പഠിപ്പിക്കുന്നു. And he will give back to you. മാത്രമല്ല ദൈവം മടക്കി തരും. And he'll give back to you pressed down, shaken together and running over. അമക്കി കുലുക്കി കവിയുന്ന അവസ്ഥയിൽ ദൈവം മടക്കി തരുമെന്ന് വചനം പറയുന്നു. But that's not the motivation for giving to the Lord. പക്ഷേ അത് നിമിത്തമല്ല എനിക്ക് മടക്കി ലഭിക്കുമല്ലോ എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടല്ല നമ്മൾ ആരും ദൈവത്തിന് കൊടുക്കുന്നത്. The motivation is that every time I drop a bill in or every time I drop a coin in, then I know that the gospel is that much closer to being fulfilled and spreading around the world. ഒരു നോട്ടോ ഒരു കോയിനോ ഞാൻ സ്തോത്രകാഴ്ചയായിട്ട് നൽകുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, അത് സുവിശേഷീകരണത്തെ സപ്പോർട്ട് ചെയ്യുകയും അങ്ങനെ കർത്താവിന്റെ വരവ് ആസന്നമാകുകയും ചെയ്യുകയാണ്. And with the show of hands that I saw just moments ago, ചില നിമിഷങ്ങൾക്ക് മുൻപേ ഇവിടെ ഉയർന്ന കരങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. almost 100% of you 100% ആൾക്കാരും would choose for Jesus to come back today. യേശു പെട്ടെന്ന് മടങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നവർ. If you could dictate the time, you would say, today, Lord, today. ആർക്കെങ്കിലും സമയത്തെക്കുറിച്ച് തീരുമാനിക്കുവാൻ കഴിവ് ദൈവം കൊടുത്തായിരുന്നെങ്കിൽ അവർ പറഞ്ഞേനെ, എല്ലാവരും പറഞ്ഞേനെ, കർത്താവേ ഇന്ന് തന്നെ വരണം. But you can dictate the time. പക്ഷേ നമുക്ക് സമയത്തെക്കുറിച്ച് തീരുമാനിക്കുവാൻ അവകാശമില്ല. You can dictate the time by fulfilling his obligation that he's told us. ആ സമയത്തെക്കുറിച്ച് തീരുമാനിക്കുവാൻ നമ്മുടെ കയ്യിലുള്ള പങ്ക് എന്താണ്? സുവിശേഷീകരണത്തിന് കൊടുക്കുവാൻ നമ്മൾക്ക് ഒരു സാധ്യതയുണ്ട്. This good news, this gospel will be preached to the whole world. ലോകത്തിലൊക്കെയും ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടുവാനിടയാകും. To every nation. ഓരോ രാജ്യത്തിലും. And then the end shall come. ഒടുവിൽ സകലത്തിന്റെയും അവസാനമുണ്ടാകും. So you want Jesus to come back? യേശു മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? Then fund the gospel. സുവിശേഷത്തിനു വേണ്ടി നൽകുക. This church is doing a most fantastic job. ഈ സഭ, ഈ ആലയം ദൈവവേലയിൽ ഏറ്റവും അധികം ഇൻവോൾവ് ആണ്. And these pastors have great things in store for the future. ഭാവിയിൽ വലിയ കാര്യങ്ങൾ ദൈവം ഇവിടെ ചെയ്യുവാൻ പോകുകയാണ് എന്ന് ഞാൻ അറിയുന്നു. God has spoken to them. ദൈവം അവരോട് സംസാരിച്ചിട്ടുണ്ട്. He said, these are the next steps that I want this church, Bethel Church, to pursue. അടുത്ത ലെവലിലേക്ക് ഈ സഭ മാറുവാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് പ്രാവചനിക ശബ്ദത്തിൽ കൂടെ ഇവിടുത്തെ ശുശ്രൂഷകന്മാരോട് അറിയിച്ചിട്ടുണ്ട്. Why? എന്തിന്? To make this a kingdom in Bangalore? ഇത് ബാംഗ്ലൂർ പട്ടണത്തിൽ ചിലരുടെ പേര് ഉയർത്തി കാണിക്കുവാനുള്ള ഒരു സെന്റർ ആണോ? No. അല്ല. To make these pastors exalted to be the most respected people in all of India? ഈ ഭാരതത്തിലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവദാസന്മാരുടെ പട്ടികയിൽ ഇവരുടെ പേര് ചേർക്കാനാണോ? No. അല്ല. God has spoken to them and say, these are the steps I want you to take, because with these my coming is closer.
ദൈവത്തിന്റെ വചനത്തെ പറയാനുള്ളത്, നിങ്ങൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം, നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായി. The steps that they are taking for this body, for this church, ഈ സഭയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ is for the purpose of spreading the gospel to your Jerusalem, your Judea, your Samaria, and the uttermost parts of the world. നിങ്ങളുടെ യെരൂശലേമിലും നിങ്ങളുടെ യഹൂദയിലും നിങ്ങളുടെ ശമരിയയിലും ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കുവാൻ ഇവർ ചെയ്യുന്ന പ്രവർത്തികൾ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. It is not to build their own kingdom. ഇത് ഒരു വ്യക്തിയുടെ പേര് ഉയർത്തുവാനല്ല. It's not to build their own great society here in this ഇവിടെ community. വലിയൊരു സമൂഹം കെട്ടി ഉയർത്തുവാനല്ല അവരുടെ പരിശ്രമം. It's for one purpose only. ഇത് ഒരു ഉദ്ദേശത്തിന് വേണ്ടി മാത്രമാണ്, to spread the gospel. സുവിശേഷീകരണം. And that has to be done with gifts from you. അത് നിങ്ങളുടെ പക്കൽ നിന്നും ദാനമായി നിങ്ങൾ ദൈവത്തിന് നൽകണം. And realize you're not giving to them. നിങ്ങൾ ഒരു വ്യക്തിക്കല്ല കൊടുക്കുന്നത്, You're giving to God. നിങ്ങൾ ദൈവത്തിനാണ് കൊടുക്കുന്നത്. They are just the human representatives to receive your gifts, to pass it on. അവർ ദൈവത്തിന്റെ പ്രതിനിധികളായി നിങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങി ദൈവത്തിന്റെ സന്നിധിയിൽ അതിനെ കാഴ്ചവെക്കുകയാണ്. As it was in the days of Noah. നോഹയുടെ കാലം പോലെ. In 1989, Noah became front page news. 1989 പത്രങ്ങളുടെ വാർത്താ പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ നോഹയുടെ കാര്യം, ആ ചരിത്രം വലിയ വാർത്തയായി വന്നു. Years have passed since then. അതിനുശേഷം വർഷങ്ങൾ കഴിഞ്ഞു. So we are now living in the final days. നമ്മൾ അന്ത്യകാലത്തിന്റെ ഒടുവിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. And with each passing year, the days becomes even more final. ഓരോ ദിവസം കഴിയുന്തോറും കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. We don't know when it's going to happen. എപ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്ന് അറിയില്ല. We don't know when the coming of the Lord is. കർത്താവ് എപ്പോൾ മടങ്ങി വരുമെന്ന് അറിയില്ല. But primarily, that depends upon you. പക്ഷേ നമ്മളിൽ ഒരു ദൗത്യം നിക്ഷിപ്തമാണ്. If you want Jesus to come back, യേശു മടങ്ങി വരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, then satisfy the Father's demands. പിതാവിന്റെ ഇഷ്ടം പൂർത്തീകരിക്കുക. And fund the gospel to be spread to every corner of the earth. സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം എത്തുവാൻ നിങ്ങളെ കൊണ്ടാകുന്നത് നിങ്ങൾ മനഃപൂർവ്വം ദൈവത്തിനു വേണ്ടി ചെയ്യുക. And in so doing, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ you are guaranteeing നിങ്ങൾ the ഒരു കാര്യം soon return of our ഉറപ്പാക്കുന്നത്, Lord. കർത്താവ് വേഗം മടങ്ങി വരുവാൻ സമയമാകുന്നു. But a side blessing is that he will give back to you. അതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ്, ഏറ്റവും വലിയ ഭാഗം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കർത്താവ് പെട്ടെന്ന് മടങ്ങി വരും. പക്ഷേ അതിന്റെ ചെറിയൊരു മറുവശം കൂടെ പറയട്ടെ, നിങ്ങൾക്കും ഒരു അനുഗ്രഹമുണ്ട്. That's one of those extra desserts that you get. അതൊരു ബോണസായി നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു എക്സ്ട്രാ കാര്യമാണ്. Because he wants to bless you for funding his gospel. അവൻ ദൈവത്തിന്റെ സുവിശേഷം, യേശുവിന്റെ സുവിശേഷം, യേശു നിങ്ങളിൽ കൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ അനുഗ്രഹത്തിന്റെ ഭാഗം നിങ്ങളുടെ കയ്യിൽ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. But one thing I want before closing today, I want to ask you. ഞാൻ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നതിന് മുൻപേ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. If this is the day that our Father says, enough is enough, it's time for my son to return. ഇന്ന് പിതാവ് തീരുമാനിക്കുകയാണ്, സമയമായി പുത്രൻ മടങ്ങിച്ചെല്ലട്ടെ. Are you ready നിങ്ങൾ തയ്യാറാണോ? to be received by him? നിങ്ങൾ ആ മടങ്ങി വരവിൽ ചേർക്കപ്പെടുവാൻ തയ്യാറാണോ? As in the days of Noah, so will it be in the days of the coming of the Son of Man. നോഹയുടെ കാലം പോലെ കർത്താവിന്റെ മടങ്ങി വരവിന്റെ ദിവസങ്ങളായിരിക്കും. That was 30 years ago. 30 വർഷങ്ങൾക്ക് മുൻപേ. Time has been clicking down since then. അതിനുശേഷം സമയം പെട്ടെന്ന് So now we are even closer. ഇപ്പോൾ നമ്മൾ കർത്താവിന്റെ വരവിനോട് ആസന്നമായി. Are you ready to go today? ഇന്ന് പോകുവാൻ തയ്യാറാണോ? Because for all practical purposes, it could be today. ഒരു പക്ഷേ കർത്താവിന്റെ മടങ്ങി വരവ് ഇന്നായിരിക്കും. And if you have not made that decision to accept Jesus into your heart, do not plan on a tomorrow. നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കരുത്. Because today ഇന്ന് is the day of salvation. രക്ഷാ ദിവസമാകുന്നു. Today is the day that you accept Jesus as your Savior. ഇന്ന് യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവായി അംഗീകരിക്കുവാനുള്ള ദിവസമാണ്. Every head bowed. എല്ലാ തലകളും വണങ്ങി കണ്ണുകൾ അടയട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ലോർഡ്. ചില നിമിഷങ്ങൾ ഇന്ന് കർത്താവിന്റെ